ഹായ് ഫ്രണ്ട്സ്, ഈ ലോക്ക്ഡൗൺ കാലങ്ങളിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യപ്പെടുന്നതായി പലരും വ്യാപകമായ പരാതികൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള പോലീസിന്റെ സൈബർ സെല്ലും ഇപ്പോൾ വാട്സപ്പ് അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കാൻ വാട്സപ്പിന്റെ തന്നെ ഫീച്ചറായ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ഉപയോഗപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ പറയുവാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വാട്സപ്പിൽ ഈ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എനേബിൾ ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇന്ന് നാം എല്ലാവരും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് വാട്സപ്പ് തന്നെയാണ്. ഒരു മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ സാധാരണഗതിയിൽ ആർക്കും മൊബൈലിലുള്ള പ്ലേ സ്റ്റോറിൽ പോയി വാട്സപ്പ് എന്നത് ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്ത് അപ്പോൾ ആ മൊബൈൽ നമ്പറിൽ വരുന്ന OTP എൻ്റർ ചെയ്ത് വാട്സപ്പ് മെസ്സേജുകൾ അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും സാധിക്കുന്നതാണ്. അങ്ങനെ നാം വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതോടുകൂടി നമ്മുടെ മൊബൈൽ നമ്പറിൽ ഉള്ള കോണ്ടാക്ട്സിൽ വാട്സപ്പ് ഉപയോഗിക്കുന്നവരുടെ നോട്ടിഫിക്കേഷൻ നമ്മുടെ വാട്സപ്പിൽ നമുക്ക് ലഭിക്കുന്നതുമാണ്. ഈ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ പ്രകാരം ഉപഭോക്താവ് തിരഞ്ഞെടുക്കുന്ന 6 ഡിജിറ്റ് പാസ്കോഡ് കൂടി നൽകിയെങ്കിൽ മാത്രമേ വാട്സപ്പിൽ ഫോൺ നമ്പർ വെരിഫൈ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതായത് 2 സ്റ്റെപ്പ് വേരിഫിക്കേഷനിൽ നാം കൊടുക്കുന്ന പാസ്കോഡ് അറിയാത്ത മറ്റൊരാൾക്ക് മൊബൈൽ നമ്പർ കിട്ടിയാൽ പോലും രണ്ടാമത്തെ വേരിഫിക്കേഷൻ ഇതിൽ കൊടുക്കാതെ വെരിഫൈ ചെയ്യുവാൻ കഴിയുന്നതല്ല. ഇനി നമുക്ക് വാട്സപ്പിൽ എങ്ങനെ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ പ്രവർത്തനക്ഷമമാക്കാം എന്ന് നോക്കാം. അതിനുവേണ്ടി നാം ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കുക എന്നുള്ളതാണ്. പിന്നീട് അതിൻ്റെ റൈറ്റ് സൈഡിൽ മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിൻഡോ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതിൽ അവസാനം കാണുന്ന സെറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് അക്കൗണ്ട്സ്, ചാറ്റ്സ്, നോട്ടിഫിക്കേഷൻ, ഡേറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ്, ഹെൽപ്പ് എന്നിവ കാണുവാൻ കഴിയുന്നതാണ്. അതിൽ ആദ്യം കാണുന്ന അക്കൗണ്ട്സ് എന്നതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന മൂന്നാമത്തെ ഈ കാണുന്ന 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യണം. തുടർന്ന് താഴെയുള്ള പച്ച ബട്ടൺ അതിൽ കാണിക്കുന്ന എനേബിൾ എന്നത് ഓപ്ഷൻ നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ 6 അക്ക പിൻ നമ്പർ നൽകുവാൻ നമ്മോട് ആവശ്യപ്പെടുന്നു. അത് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി 6 അക്ക പിൻ നമ്പർ വീണ്ടും ഒന്നുകൂടി എൻ്റർ ചെയ്യേണ്ടതാണ്. ഇവിടെ ഓർത്തിരിക്കേണ്ടത് ഇപ്പോൾ നാം എൻ്റർ ചെയ്ത പിൻ നമ്പർ മറന്നു പോകരുത് എന്നുള്ളതാണ്. അത് റിക്കവർ ചെയ്യുവാൻ പിന്നെ ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടായി എന്ന് വരാം. അതുകൊണ്ട് എപ്പോഴും നാം ഓർത്തിരിക്കേണ്ടത് ഈ വക പാസ്വേഡുകൾ നമ്മുടെ മൊബൈലിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്യാതെ അത് പ്രത്യേകം എഴുതി വയ്ക്കുവാൻ പ്രത്യേകം ബുക്ക് തന്നെ ഉപയോഗിക്കേണ്ടതാണ്. കാരണം പ്രായമായവരും മറ്റ് ഉള്ളവരും ഈ നമ്പറുകൾ പെട്ടെന്ന് മറന്നു പോകുവാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾ ഒരിക്കലും മറക്കാത്ത ഒരു 6 അക്ക പിൻ നമ്പർ കൊടുക്കുക. പിന്നീട് നമ്മോട് ചോദിക്കുന്നത് ഒരു ഇമെയിൽ രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ്. അത് നിങ്ങൾക്ക് രേഖപ്പെടുത്തണമെന്നില്ലെങ്കിൽ അവിടെ കാണുന്ന സ്കിപ്പ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. പക്ഷേ അതൊരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എപ്പോഴെങ്കിലും നമ്മുടെ 6 അക്ക പാസ്കോഡ് മറന്നുപോയാൽ അത് റിക്കവർ ചെയ്യുവാൻ ഈ ഇമെയിൽ ആവശ്യമായി വരുന്നതാണ്. അതിലായിരിക്കും നമുക്ക് OTP പിന്നീട് വരുന്നത്. അതുകൊണ്ട് എപ്പോഴും നമുക്ക് ഓപ്പൺ ആക്കാൻ കഴിയുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് കൂടി കൊടുക്കുക. അത് വീണ്ടും ഒന്നുകൂടി കൺഫേം ചെയ്യുവാൻ ചോദിക്കുന്നതാണ്. അതിനുശേഷം താഴെ ഈ കാണുന്ന സേവ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഈ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നതുമാണ്. വീണ്ടും നമുക്ക് ഈ മൊബൈൽ നമ്പറോ ഇമെയിൽ അഡ്രസ്സോ മാറ്റണമെങ്കിൽ ഇവിടെ തന്നെ ക്ലിക്ക് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതുമാണ്. നിലവിൽ ഒരാളുടെ വാട്സപ്പ് ഹാക്ക് ചെയ്യണമെങ്കിൽ അയാളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന SMS വഴിയുള്ള OTP കിട്ടിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സിം നമ്പർ അവരുടെ കയ്യിൽ കിട്ടേണ്ടതാണ്. ഇപ്പോൾ നാം ഈ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ എനേബിൾ ചെയ്യുന്നതോടുകൂടി മറ്റൊരു ഫോണിൽ നമ്മുടെ വാട്സപ്പ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന SMS ആയി വന്ന OTP നമ്പർ കൊടുത്തു കഴിഞ്ഞാലും ശേഷം ഈ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ കൊടുത്തു കഴിഞ്ഞതുകൊണ്ട് അതിൽ നാം കൊടുക്കുന്ന ഈ 6 അക്ക നമ്പർ കൂടി കൊടുത്തെങ്കിലേ ഓപ്പൺ ആക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് ഈ 2 സ്റ്റെപ്പ് വേരിഫിക്കേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മുടെ വാട്സപ്പ് കൂടുതൽ സെക്യൂർ ആവുന്നത്. ഇന്ന് നാം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ
ഈ 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൂടി നമ്മുടെ വാട്സപ്പിൽ എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക. നിരവധി പേരാണ് തങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്യുന്നതായുള്ള പരാതിയുമായി സൈബർ സെല്ലിനെ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവർ അതിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി 2 സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ചെയ്യണമെന്ന് നിർദ്ദേശിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഫോണിൽ വിളിച്ച് പറയുമ്പോഴായിരിക്കും പലരും തങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടുകൾ ഹാക്ക് ചെയ്ത വിവരം തന്നെ അറിയുന്നത്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കാൻ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക്സ്.